പല്ലിന് പുളിപ്പാണോ? ഞങ്ങൾ ഡെന്റിസ്റ്റുകൾ എന്താണ് ശുപാർശ ചെയ്യുന്നതെന്ന് അറിയാവോ? പല്ലുകളിൽ പുളിപ്പാണെങ്കിൽ ഞങ്ങൾ ഡെന്റിസ്റ്റുകളെ റെക്കമെൻഡ് ചെയ്യുക എത്രയും വേഗം ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം പുളിപ്പെന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്, ഒരു രോഗലക്ഷണം. അത് നമ്മുടെ വായിൽ ഒരു കേട് ആഴത്തിലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുളിപ്പ് വരാം. നമ്മുടെ മോണകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയാൽ നമുക്ക് പുളിപ്പ് വരാം. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ പല്ലുകളിലെ നമ്മുടെ ബൈറ്റിങ്ങിന്റെ ഇഷ്യൂ, ഒരു ട്രോമാറ്റിക് ബൈറ്റ് ഒക്കെയാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമുക്ക് പുളിപ്പ് വരാം. സോ നമ്മൾ ഇത് വരുന്ന പാടെ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ താൽക്കാലികമായ എന്തെങ്കിലും പേസ്റ്റുകളൊക്കെ വെച്ചിട്ട് പുളിപ്പ് നമുക്ക് ചിലപ്പോൾ താൽക്കാലികമായി കുറഞ്ഞേക്കാം. പക്ഷെ അത് നമ്മുടെ ഒരു സിംറ്റത്തെ നമ്മൾ മാസ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പുളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും മരുന്നോ പേസ്റ്റോ ഒക്കെ ആയിട്ട് നമ്മളത് ചെയ്തു കഴിയുമ്പോൾ ഇത് ആ രോഗലക്ഷണത്തെ തൽക്കാലത്തേക്ക് സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രോഗം അല്ലെങ്കിൽ ഈ പ്രശ്നം ഇത് നമ്മുടെ ഉള്ളിൽ ഇത് വളർന്നുകൊണ്ടിരിക്കും. ഇത് കൂടുതൽ ഭാവിയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. പല്ലുകളിലെ പുളിപ്പ്, ഡെന്റിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പേസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ്. പക്ഷെ അത് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പുളിപ്പുകളും അതാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് അത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു ഡെന്റിസ്റ്റിനെ കാണാൻ.